നമ്മുടെ സ്വകാര്യതകളെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം പുറത്ത് നമ്മളെ വിലയിരുത്തുന്നവർക്കെല്ലാം നമ്മുടെ നന്മകൾ മതി. കാരണം ഒരു തിന്മയും ആരും അറിയില്ല. അതുകൊണ്ട് ആളുകൾക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റുക നമ്മുടെ നന്മകൾ കണ്ട് മാത്രമല്ല. പള്ളിയിൽ പോകണ്ടല്ലോ, അയാൾ നല്ലൊരു പ്രസംഗകനാണല്ലോ, അതല്ലെങ്കിൽ അയാൾ ഇന്ന ഫണ്ടിലേക്ക് ഇത്ര തന്നല്ലോ, അത് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. നമ്മുടെ സ്വകാര്യതകൾ ആർക്കെങ്കിലും അറിയോ സുഹൃത്തുക്കൾ? ആർക്കും അറിയില്ല. അതുകൊണ്ട് ഒരാളും എന്നെയും നിങ്ങളെയും കുറിച്ച് മോശമായി വിലയിരുത്തുന്ന ഒരു പ്രശ്നം തന്നെ ഇല്ല. ഇനി എപ്പോഴെങ്കിലും ഒരു സ്വകാര്യത പുറത്തു വന്നാലോ പിന്നെ നമ്മെ ഉൾക്കൊള്ളാൻ മരണം വരെ അറിഞ്ഞവരാരും തയ്യാറില്ല. എന്തെങ്കിലും ഒരു സ്വകാര്യത പുറത്തു വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ വന്നാൽ പിന്നെ ഒരിക്കലും നമ്മളെ ഉൾക്കൊള്ളുകയുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മാന്യന്മാരായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സാമ്പത്തികമായ ക്രമക്കേടുകൾ ആർക്കും അറിയില്ല. സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മുടെ ഫോണുകളിൽ എന്ത് നടക്കുന്നു എന്നറിയില്ല. നമ്മുടെ സ്റ്റാഫ് റൂമുകളിൽ ആരുമില്ലാതെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയില്ല. നമ്മുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്കറിയില്ല. നമ്മുടെ ബസ് യാത്രകൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആരും എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു മോശമായ നിരൂപണത്തിന് തയ്യാറാവില്ല. പക്ഷേ യഥാർത്ഥമായ വിലയിരുത്തലുകൾക്ക് മുന്നിൽ, മരണത്തിന് മുന്നിൽ കിടക്കുമ്പോൾ യഥാർത്ഥമായൊരു വിലയിരുത്തൽ എന്നെയും നിങ്ങളെയും കുറിച്ച് നടത്തുമ്പോൾ നമ്മൾ എന്താ പറയാറ്? സമയമായിട്ടില്ല എന്നാണ്. എനിക്ക് ചെറിയൊരു സാവകാശം വേണം. എനിക്ക് എൻ്റെ സ്വകാര്യതകളെ ക്രമീകരിച്ച് മരണത്തിന് വേണ്ടി എൻ്റെ മനസ്സിനെ സജ്ജമാക്കാൻ എനിക്കൊരു ചെറിയ സമയം വേണമെന്നാണ്. ആ സമയം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോഴും കറക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. ആ സമയം കിട്ടുമെന്നറിയുമ്പോൾ നാം പറയും ഒരു ചെറിയ സമയം എനിക്ക് ആവശ്യമുണ്ട്, എനിക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട് എന്ന് പറയും. സുഹൃത്തുക്കളെ, ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മുടെ സ്വകാര്യതകളെ നന്നാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ വിരാമത്തെ ധൈര്യപൂർവ്വവും പ്രതീക്ഷകളോടുകൂടെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റില്ല.